നമസ്കാരം, ജന്മഭൂമിയിലേക്ക് സ്വാഗതം. ചെങ്ങന്നൂർ ക്രിസ്ത്യൻ കോളേജിൽ ABVP പ്രവർത്തകൻ വിശാൽ കൊല്ലപ്പെട്ട കേസിൽ പ്രതികൾക്ക് കുരുക്കുമുറുകുന്നു. തന്റെ മുന്നിൽ വെച്ചാണ് വിശാലിനെ ക്യാമ്പസ് ഫ്രണ്ട് പ്രവർത്തകർ ഷെഫീഖ് കുത്തി പരിക്കേൽപ്പിച്ചതെന്ന് 6ാം സാക്ഷി രാഹുലും 4ാം സാക്ഷി വിനു ശേഖറും മാവേലിക്കര അഡീഷണൽ സെഷൻസ് ജഡ്ജി PP പൂജ മുമ്പാകെ മൊഴി നൽകി. ലവ് ജിഹാദ് വിരുദ്ധ പ്രവർത്തനങ്ങളിൽ വിശാൽ സജീവമായി ഇടപെട്ടിരുന്നതായും ഇതിന്റെ പകയാണ് പ്രതികളെ കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നും സാക്ഷികൾ ക്രോസവിസ്താരത്തിൽ വ്യക്തമാക്കി. ഷെഫീഖ് തന്നോടൊപ്പം സ്കൂൾ കാലഘട്ടത്തിൽ പഠിച്ച ആളാണെന്നും അതുകൊണ്ട് തന്നെ ഷെഫീഖിനെ കൃത്യമായി തിരിച്ചറിയാൻ സാധിക്കുമെന്നും കൂടി 4ാം സാക്ഷി വിനു ശേഖർ കോടതിയിൽ മൊഴി കൊടുത്തതോടെ സാക്ഷിമൊഴി അതിശക്തമായിരിക്കുകയാണ്. ഇതോടുകൂടി തീവ്രവാദ സംഘടനയുടെ പ്രവർത്തകനായ ഷെഫീഖ് ഇനി രക്ഷപ്പെടില്ലെന്ന് ഉറപ്പായിരിക്കുകയാണ്. സമാനമായ എന്ന് പറയാൻ പറ്റുന്ന അഭിമന്യു കേസ് എവിടെയും എത്താതെ നിൽക്കുമ്പോഴാണ് ജീവൻ പണയം വെച്ചും സുഹൃത്തിന്റെ കൊലയാളികൾക്ക് ശിക്ഷ ഉറപ്പിക്കാൻ വേണ്ടി ABVP പ്രവർത്തകർ സാക്ഷിമൊഴിയിൽ ഉറച്ചു നിൽക്കുന്നത് ശ്രദ്ധയാകർഷിക്കുന്നത്. ABVP പ്രവർത്തകർ നവാഗതരെ സ്വീകരിച്ചുകൊണ്ടു നിന്ന സമയം ക്യാമ്പസ് ഫ്രണ്ട് പ്രവർത്തകർ തങ്ങളെ ആക്രമിക്കുകയായിരുന്നുവെന്നും ആക്രമണത്തിൽ വിശാലിനോടൊപ്പം വിഷ്ണുപ്രസാദ്, ശ്രീജിത്ത് എന്നിവർക്ക് ഗുരുതരമായി പരിക്കേറ്റുവെന്നും ഇതിന് ഞാൻ സാക്ഷിയാണെന്നും രാഹുൽ മൊഴി നൽകി. 2012 ജൂലൈ 17-നാണ് അന്ന് 19 വയസ്സ് മാത്രം പ്രായമുള്ള ABVP പ്രവർത്തകനായ വിശാൽ കുമാറിന്റെ ക്യാമ്പസ് ഫ്രണ്ട് ഓഫ് ഇന്ത്യയുമായി ബന്ധമുള്ള ഗുണ്ടകൾ ചങ്ങനാശ്ശേരി ക്രിസ്ത്യൻ കോളേജിൽ വെച്ച് കൊലപ്പെടുത്തിയത്. കോളേജ് തുറക്കുന്നതുമായി ബന്ധപ്പെട്ട് നവാഗതരെ സ്വാഗതം ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് പുറത്തുനിന്നുള്ള ഒരു കൂട്ടം ക്യാമ്പസ് ഫ്രണ്ട് ഗുണ്ടകൾ കോളേജ് ഗേറ്റിൽ വന്ന് ABVPയെയും സരസ്വതി ദേവിയെയും അധിക്ഷേപിക്കാൻ തുടങ്ങുന്നത്. ഈ സാഹചര്യത്തിൽ സംഘർഷാവസ്ഥ ഇല്ലാതാക്കാൻ ശ്രമിച്ച വ്യക്തികളിൽ ഒരാളായിരുന്നു വിശാൽ കുമാർ. എന്നാൽ പെട്ടെന്ന് തന്നെ ക്യാമ്പസ് ഫ്രണ്ട് സംഘം അവരെ കത്തികളും കഠാരകളും മറ്റ് ആയുധങ്ങളും ഉപയോഗിച്ച് ആക്രമിക്കാൻ തുടങ്ങുകയായിരുന്നു. പ്രകോപനമില്ലാതെയുള്ള ഈ ആക്രമണത്തിൽ പരിക്കേറ്റ 3 ABVP പ്രവർത്തകരിൽ ഒരാളായിരുന്നു വിശാൽ. പ്രദേശത്ത് സംഘത്തിന്റെ ശൃംഖല ശക്തിപ്പെടുത്തുകയും പുതിയ ശാഖകൾ ആരംഭിക്കുകയും ചെയ്തതിനാലാണ് ക്യാമ്പസ് ഫ്രണ്ട് സംഘം വിശാൽ കുമാറിനെ ലക്ഷ്യമിട്ടതെന്നാണ് കരുതപ്പെടുന്നത്. സൗദി അറേബ്യയിൽ ജനിച്ച വിശാൽ കുമാർ UK-യിലാണ് പ്രാഥമിക പഠനം പൂർത്തിയാക്കിയത്. എന്നിരുന്നാലും ഒരു നിശ്ചിത പ്രായമായപ്പോൾ ഇന്ത്യയിലേക്ക് വരാനും ഇവിടെ വിദ്യാഭ്യാസം തുടരാനും അനുവദിക്കണമെന്ന് അദ്ദേഹം മാതാപിതാക്കളോട് അഭ്യർത്ഥിച്ചു. സംഘത്തിലൂടെ തന്റെ രാജ്യത്തെ സ്നേഹിക്കാൻ ഉദ്ദേശിച്ചിരുന്ന വിശാൽ നിർധനരായ 4 വിദ്യാർത്ഥികളുടെ പഠന ചെലവ് അടക്കം വഹിച്ചു വരികയായിരുന്നു. കേസിലെ പ്രതികൾ കൊലപാതക സംഭവത്തിൽ ഉൾപ്പെട്ടവർ അല്ല എന്നും വിശാൽ മറിഞ്ഞു വീണുണ്ടായ പരിക്കാണ് മരണത്തിന് കാരണമായെന്നുമുള്ള വാദമാണ് പ്രതിഭാഗം കോടതിയിൽ പ്രധാനമായും ഉന്നയിച്ചത്. കേസിൽ പ്രോസിക്യൂഷന് വേണ്ടി സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് പ്രതാപ് G പടിക്കലിനൊപ്പം അഭിഭാഷകരായ ശ്രീദേവി പ്രതാപ്, ശില്പ ശിവൻ, ഹരീഷ് കാട്ടൂർ എന്നിവരാണ് ഹാജരാകുന്നത്. സാക്ഷിമൊഴി ശക്തമായതോടുകൂടി ക്യാമ്പസ് ഫ്രണ്ടിനെതിരെ കുരുക്ക് മുറുകുകയാണ്. നിരോധിത തീവ്രവാദ സംഘടനയായ പോപ്പുലർ ഫ്രണ്ടിന്റെ വിദ്യാർത്ഥി വിഭാഗമാണ് ക്യാമ്പസ് ഫ്രണ്ട്.